ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുള്ള എന്നവരെയും കൂട്ടിയിട്ട്, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ വന്നു. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. സഹാബത്തെ, ഞാൻ നിങ്ങളോടൊരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ചോദിച്ചോളി പറഞ്ഞു. അതിൽ പറഞ്ഞു, കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് അല്ലാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞു. രണ്ടുകൊണ്ടും ആവട്ടത്. ഒന്നുകിൽ അവർക്ക് പെട്ടെന്ന് അതിന്റെ മറുപടി ദീനിൽ തബാദുർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഹാബത്തിന്റെ ഒരു രീതി എന്താ വെച്ചാൽ എന്ത് ചോദിച്ചാലും അല്ലാഹു റസൂലു ആലം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടും ആയിരിക്കാം, എന്തുകൊണ്ടും ആയിരിക്കാം. എന്തായാലും ഒരു പറഞ്ഞ മറുപടി അല്ലാഹു റസൂലുഹു ആലം എന്ന മറുപടിയാണ്. സദസ് പിരിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാട് പറഞ്ഞുപ്പാ, എനിക്ക് അതിന്റെ മറുപടി അറിയായിരുന്നു, ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ ചോദിച്ചു, പൊന്നാന മനെ എന്തിട നാലാളെ ഇടയിൽ ഇജ്ജതൊന്ന് പറയാഞ്ഞത്? ബാപ്പാന്റെ കുട്ടി അത് അവിടെ നിന്നാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുപ്പായൊക്കെ ഒന്നുകൂടി നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായിരുന്നു. നമ്മളെ മലപ്പുറം ഭാഷയൊക്കെ മാറ്റിയതാണ് കേട്ടോ ഞാൻ ആ കഥ. അല്ല, എന്നാലല്ലേ നമ്മക്ക് ശരിക്കും തിരിയുള്ളൂ, അതുകൊണ്ടാണ് മാറ്റിയതാണ്. ഇജാതാണ്ട് പറഞ്ഞാല് നാലാളെ ഇടയില് എന്റെ മോൻ രണ്ട് വർത്താനം പറഞ്ഞാ ഞാന് ഒന്നുകൂടി ഉഷാറായിട്ട് ഇരിക്കൂലേന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞപ്പാ, ഇന്റെ വാപ്പയായ ഇങ്ങള് ഉമർ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ മകനായ ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു ഉമർ. എല്ലാ മറുപടി എല്ലായിടത്തും പറയാനുള്ളതൊന്നല്ല, ചില മറുപടി ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ്. രസം എന്താ വെച്ചാല്, പിറ്റേന്ന് രാവിലെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ മുത്തുനബിയോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചു? ഇന്നലെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ, കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയും. സംഗതി അത് ഈത്തപ്പനമരാണ് കേട്ടോ. കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയുന്നു പറഞ്ഞില്ലേ, ഞങ്ങളാർക്കും കിട്ടിയില്ല. അവസാനം നിങ്ങൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് പറഞ്ഞു. പോകുമ്പോ എന്റെ ചെറുക്കൻ എന്നോട് പറയാണ്, വാപ്പ എനിക്കത് അറിയായിരുന്നു. ഞാൻ ഓനോട് ചോദിച്ചു, എന്തേടാ അത് പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, എന്റെ വാപ്പ ഉമർ ഉത്തരം കിട്ടാതിരിക്കണോണ്ട് ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒന്ന് ചിരിച്ചു. എന്താ ചിരിന്റെ അർത്ഥം? അങ്ങനെ തന്നെയാണ് ഉമ്മറെ വേണ്ടത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം. എല്ലായിടത്തും പറയാനുള്ളതല്ല. ഇത് വാസ്തവത്തിൽ ഒരു അദബ് പഠിപ്പിച്ചതാണ്. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തോന്നിയാല് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദബ് പഠിപ്പിച്ചതാന്നാ തോന്നുക. സംഗതി അങ്ങനല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അദബ് പഠിപ്പിക്കുന്നത്. എല്ലായിടത്തും എല്ലാതും പറയാൻ പറ്റൂല, പറയേണ്ട സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യവും അറിയാനുള്ളതല്ല, അറിയണതൊക്കെ പറയാനുള്ളതുമല്ല. എല്ലാ വിഷയവും അറിയാനുള്ളതൊന്നല്ല, ചില കാര്യങ്ങൾ അറിയാതിരിക്കാനുള്ളതായിരിക്കും. അറിയുന്ന എല്ലാ വിഷയവും പറയാനുള്ളതുമല്ല, ചില വിഷയങ്ങൾ ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ്. ഏതാണ് പറയാനുള്ളത് ഏതാണ് പറയാതിരിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം. ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കും അവന്റെ നാവുമ്മയിക്കാരെന്നാണ്. ആവശ്യമില്ലാത്തോടത്ത് ന്യായം പറയുമെന്നതാണ് ഇൽമിൽ പിശാച് സ്വാധീനിച്ചാൽ ഉണ്ടാകുക. ഒരു മനുഷ്യന്റെ വിവരത്തിൽ ശൈത്താൻ സ്വാധീനിച്ചാൽ, ലാനത്താക്കപ്പെട്ട ഇബ്ലീസിന് വലിയ വിവരം ഉണ്ടായിരുന്നു, ഭയങ്കര വിവരമായിരുന്നു ലാനത്തുല്ലാഹി അലൈഹി, ഭയങ്കര വിവരാ. ഓന്റെ വിവരം കേടുന്നു. വിവരം കേടുന്നപ്പോ എന്തുണ്ടായി? ഒരു ന്യായം പറഞ്ഞു. എന്തേ പറഞ്ഞ ന്യായം? ആദമിനെ മണ്ണുകൊണ്ടും ഇന്ന തീ കൊണ്ടും പടച്ചതല്ലേ, മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട സാധനം തീയല്ലേ, എന്ത് വർത്താന പടച്ചോനെ പറഞ്ഞത്? തീ കൊണ്ട് പടച്ച ഞാൻ മണ്ണുകൊണ്ട് പടച്ച ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയോ? ഇതാണ് ചോദ്യം. സംഗതിയിൽ മണ്ണിനേക്കാൾ ഒരുപാട് പ്രാധാന്യം തീയിനുണ്ട്. ഒരു സാധനം കേടെന്നാല് അത് മണ്ണോണ്ട് ശുദ്ധിയാക്കും. ചില സാധനങ്ങളൊക്കെ മണ്ണോണ്ടാ ശുദ്ധിയാക്കുക. വേറെ ചില സാധനം കേടെന്നാല് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ കേടെന്നാല് തീയോണ്ടാ ശുദ്ധിയാക്കുക. ഉദാഹരണം സ്വർണം. ബിക്കീരിൽ ബലായബ്ദു മിനത്തിബിരി ഹുസ്നുഹു വയബ്ദു നുഹാസുൻ നഹ്സി ഫീ കുല്ലി മിഹനതി.
സ്വർണം ശുദ്ധിയാക്കൽ തീ കൊണ്ടാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് തീയാണ്. അപ്പൊ തീയിന് കുറെ പ്രാധാന്യമുണ്ട്. അഗ്നിശുദ്ധിയെയാണ് ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത്. അഗ്നിസ്ഫുടതയാർന്ന ശരീരം എന്ന് പറയും, അഗ്നിസ്ഫുടതയാർന്ന പ്രസംഗം എന്ന് പറയും, അഗ്നിസ്ഫുടതയാർന്ന മനസ്സ് എന്ന് പറയും. അപ്പൊ തീയിന് വളരെ പ്രാധാന്യമുണ്ട്. മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് എന്നുള്ള വിവരം പിശാചിലുണ്ടായിരുന്നു. ആ വിവരം പറയേണ്ട സ്ഥലത്തല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അബദ്ധം. ഇൽമിൽ പിശാച് പിടികൂടിയാൽ അവന്റെ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല എന്നതാണ് സംഭവിക്കുക. ശൈത്താൻ പിടികൂടാത്ത വിവരം വേണം. ഈ നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാലും ലാറായ ഇൽമ് എന്ന് പറഞ്ഞാലും ഇൽമ് രണ്ടെണ്ണല്ല, ആള് രണ്ടെണ്ണാണ്. നാഫിയായ ഇൽമ് ഉപകാരപ്രദമായ വിവരം എന്ന് പറഞ്ഞാലും ലാറായ ഉപദ്രവമുള്ള വിവരം എന്ന് പറഞ്ഞാലും വിവരല്ല രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണാകുക. ചേകനൂര് നണ്ടൊരു ചെങ്ങായി ഉണ്ടായിരുന്നു. അയാള് കുറെ കാലം ഖുർആൻ പഠിച്ചപ്പോ നിക്കാരം 3 ഉള്ളൂ എന്നാ മൂപ്പർക്ക് കിട്ടിയത്. പഠിച്ചത് ഖുർആനല്ലാത്തതുകൊണ്ടല്ല പ്രശ്നം, ആള് ചേകനൂരായതാ പ്രശ്നം. നാഫിയായ ഇൽമ എന്ന് പറഞ്ഞാല് ആള് നാഫി അല്ലാതെയായാൽ അവന്റെ ഇൽമ നാഫി അല്ലാതെയാവും. ആള് ഉപകാരമുള്ള ആളാണെങ്കിൽ അവന്റെ എല്ലാ വിവരം ഉപകാരമുള്ളതാവും. ഒരു ഉപകാരമുള്ള മനുഷ്യന് മൈക്ക് നേരാക്കാൻ പഠിഞ്ഞാൽ അതും നാഫിയായ ഇൽമോ. ആള് നാഫിയായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് മൊബൈൽ നേരാക്കാനാണ് പഠിഞ്ഞത് നോക്കുക, അതൊരു നാഫിയായ ഇൽമാണ്. ആള് ഉപദ്രവമുള്ള ആളാണെങ്കിൽ ഓൻ ഖുർആൻ ഹാഫിദായിട്ടും കാര്യം ഉണ്ടാവില്ല, അത് ഉപദ്രവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആള് നാഫിയാവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്ത് പഠിച്ചു, എന്തിന് പഠിച്ചു? അപ്പൊ അതുകൊണ്ട് നാഫിയായ ആലിമാവണം, അതായത് നാഫിയായ മനുഷ്യന്റെ കൈകളിൽ ഇൽമ് എത്തിച്ചേരണം. ഇവിടെയാണ് നസബ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. നാഫിയായ ഇൽമ് നാഫിയായ മനുഷ്യന്റെ കയ്യിലെത്തണമെങ്കിൽ നസബ് വളരെ പ്രധാനപ്പെട്ടതാവും. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാറുള്ളത് എന്ന വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് ആലിമീങ്ങളെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആലിമീങ്ങളെ പഠിച്ചിട്ടുണ്ട്. ഇൽമ് ജീവിതത്തിൽ സൂക്ഷ്മത വർദ്ധിക്കാനായിരിക്കണം, ഉള്ള സൂക്ഷ്മത നഷ്ടപ്പെടാനാകരുത്. ചില ഇൽമുകൾക്ക് അങ്ങനെ സംഭവിക്കും, ഉള്ള സൂക്ഷ്മത പോകും. ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറെ മൗലന്മാരുണ്ട്, കുറെ നാടന്മാരുണ്ട്. ബാങ്കും ഇക്കാമത്തും കൊടുക്കല്, നിസ്കരിക്കുമ്പോ ഫർദ് നിസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് എന്ന ഇൽമുണ്ടായത് ചിലപ്പം ബാങ്കും ഇക്കാമത്തും ഒഴിവാക്കാൻ കാരണമാവാറുണ്ട്. സംഗതി ഫർദ് നിസ്കരിക്കുമ്പോ ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടാണ് നിസ്കരിച്ചേണ്ടത്. പക്ഷെ ബാങ്കും ഇക്കാമത്തും ഫർദ് നിസ്കരിക്കുമ്പോ ഒഴിവാക്കാനുള്ള കാരണം എന്തായത്? അത് സുന്നത്താന്നുള്ള ഇൽമാണായത്. അപ്പൊ നാഫിയാണോ ലാറായോ ഇൽമ്? ഇങ്ങനെയാണ് നമ്മള് നാഫിയായ ഇൽമിനെയും ലാറായ ഇൽമിനെയും പരിശോധിക്കേണ്ടത്. ഏത് വിവരവും നാഫിയായ മനുഷ്യന്റെ കൈവശം കിട്ടിയാൽ അത് നാഫിയാവും, ലാറായ മനുഷ്യന്റെ കൈവശം കിട്ടിയാൽ ലാറാവും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, ഔലിയാക്കൾ, ആലിമീങ്ങൾ തുടങ്ങിയവരുടെ ജീവിതത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം. ഒരാളെ കണ്ടുപഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. കേട്ട് പഠിക്കുന്നതിനേക്കാൾ കണ്ടുപഠിക്കുന്നതാണ്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് ആലിമീങ്ങളെ, ഉസ്താദന്മാരെ, ഗുരുവര്യന്മാരെ കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പകർത്തി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാണോ? അങ്ങനെ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത മുഴുവൻ ആളുകളും വിജയിച്ചിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പലപ്പോഴും തന്റെ ഗുരുനാഥന്മാരെ കുറിച്ചും അവരുടെ ജീവിത ശൈലികളെ കുറിച്ചുമാണ് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഗുരുനാഥന്മാരുടെ ജീവിത ശൈലി കണ്ടിട്ട് നമ്മൾ പഠിക്കണം. ഈ തൊട്ടടുത്ത കാലഘട്ടം വരെയും ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത്, എന്ത് പറഞ്ഞു എന്നല്ല. മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞത്. നമ്മളൊക്കെ ഈ തല മുളക്കണ ഈ കാലത്തിന്റെ മുന്നുള്ള അടുത്ത കാലം വരെയും ആര് പറഞ്ഞു എന്ന് നോക്കുമായിരുന്നു. അഹമ്മദ് കോയ ശാലിയാത്തി പറഞ്ഞതാണ് എന്ന് കേട്ടാല് എന്നാ പിന്നെ അതന്നെ ഇക്കാരം ശരി, ഞമ്മക്ക് വിവരമില്ലായിട്ട് ഇക്കാരം എന്ന് തീരുമാനിച്ചതാണ് അടുത്ത കാലം വരെ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിഞ്ഞാല് മഖ്ദൂം തങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്, നമ്മളെ വിവരം അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് തീരുമാനിക്കലാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്.
നമ്മളൊക്കെ തലമുഴിച്ചപ്പോ ആര് പറഞ്ഞാലും വേണ്ടില്ല, എന്തേ പറഞ്ഞതെന്ന് നോക്കണോടത്തേക്ക് എത്തി. ഷാഫി ഇമാമ് പറഞ്ഞാല് അതിനേക്കാൾ വലിയ വിവരം ചിലപ്പോ ഞമ്മക്കുണ്ട് തോന്നുകയാണ്. ഷാഫി ഇമാമിന് എന്താ 10 ലക്ഷം ഹദീസെല്ലാം അറിയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കണേ. അതിനേക്കാൾ ഹദീസ് നമ്മക്കറിയാം എന്ന് ചിന്തിച്ചാൽ ഇപ്പൊ എന്താ കാട്ടപ്പൈന്? ഈ പഴയ കാലവും പുതിയ കാലവും ഒരു വ്യത്യാസമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയൊരു മുഹദ്ദിസാണ്, ഹദീസുകളെ ക്രോഡീകരിച്ച ഒരാളാണ്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് ക്രോഡീകരിച്ച ഒരു രീതിയുണ്ട്, അത് വളരെ വിപുലമായ രീതിയാണ്. ഉദാഹരണമായിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചിട്ടുള്ളത് വളരെ വിശാലമാണ്. എങ്ങനെ വിശാലമായി ക്രോഡീകരിക്കുക? ആദ്യം ഇങ്ങനെ വുളൂനെ പറ്റി പറയും. വുളൂഇന്റെ ഫർളുകൾ 1 നിയ്യത്ത്, അത് ഈ ഹദീസാണ്. പിന്നെ അങ്ങനെ നിസ്കാരത്തെ പറ്റി പറയും. നിസ്കാരത്തിന്റെ ഫർളുകൾ 14, 1 നിയ്യത്ത്, അപ്പോഴും ഈ ഹദീസാണ്. ഈ ഹദീസ് എവിടെയെല്ലാം വെക്കാൻ പറ്റുമോ അവിടെയെല്ലാം വെച്ചുകൊണ്ടുള്ള വിശാലമായ ക്രോഡീകരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു നടത്തിയത്. അങ്ങനെ തന്നെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടത്തിയത്. അങ്ങനെ തന്നെയാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നടത്തിയത്. അങ്ങനെ തന്നെയാണ് അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ തോന്നുകയാണ്, ഷാഫി ഇമാമ് പറഞ്ഞില്ലേ എനിക്ക് കിട്ടാത്ത ഏതെങ്കിലും ഹദീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞമ്മക്ക് പുതിയൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പം അത് ഈ 10,01,000 കിട്ടിയാലാണ് ഈ പറഞ്ഞത്. 10 ലക്ഷം മൂപ്പർക്ക് കിട്ടിയതാണ്, അത് എവിടുന്നാ കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞാല്, അടുത്ത കാലഘട്ടം വരെയും എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് സഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട്. സഹാബത്ത് പല വിഷയത്തിലും തർക്കമുണ്ടാവും. തർക്കമുണ്ടായാൽ മുത്തുനബിയുടെ അടുക്കൽ ചെല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ചോദിക്കും, അള്ളാന്റെ റസൂൽ ഒരു തീരുമാനമാണ് പറഞ്ഞാല് ആ തീരുമാനത്തിൽ അവരണ്ട് ഉറക്കും. അത് കഴിഞ്ഞിട്ട് സഹാബത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. മഹാനവർകൾ ആദ്യമായി ചെയ്ത ഒരു പ്രവർത്തനം, ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സൈന്യത്തെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചെയ്ത പരിപാടി, സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ അതിർത്തിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള സംഘത്തെ, യുദ്ധസംഘത്തെ പറഞ്ഞേക്കലാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സഹാബത്തിൽ നിന്ന് ചിലർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ സമയത്ത് ഒരു യുദ്ധം വേണോ എന്ന ഒരു തോന്നൽ, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ എന്ന് തോന്നി. കാരണം നബി തങ്ങളിപ്പോ വഫാത്തായിട്ടുള്ളൂ. അതിർത്തിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ നിലവിലില്ല. സെയ്ദ് ഇബ്നു ഹാരിസ ആണെങ്കിൽ ചെറിയ കുട്ടിയാണ്, നന്ന ചെറുതല്ല, എന്നാലും കൂട്ടത്തില് കുട്ടിയാണ്. യുദ്ധം ചെയ്ത് പരിചയമുള്ള അലി റളിയല്ലാഹു അൻഹുവിനോടുണ്ട്. അങ്ങനെ പ്രമുഖരായ ഒരുപാട് യോദ്ധാക്കൾ, ധീര കേസരികൾ ഉള്ള സമയത്ത് സൈന്യത്തെക്കൊന്ന് രണ്ടാമത് അലകും പിടിയൊക്കെ മാറ്റി ഒന്ന് ശരിയാക്കിയിട്ട് മുസ്തഫായ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യം നടത്തുന്ന ഒരു യുദ്ധല്ലേ, അത് തോറ്റാലാകെ പ്രശ്നാവൂലേ? അതുകൊണ്ട് കുറച്ച് നേതൃപാഠവും യുദ്ധത്തിൽ കഴിവുള്ളവർ ആരെങ്കിലും ഒരാളെ നേതൃസ്ഥാനത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ട് യുദ്ധസംഘത്തെ അയച്ചാൽ പോരെ എന്ന് സ്വഹാബത്തിന് തോന്നി. അതാദ്യം തോന്നിയത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ഈ തോന്നൽ ആദ്യം ഉണ്ടായത് ഉമർ ഖത്താബിനാണ്. കുറെ സഹാബത്തിന് അത് തോന്നി. അപ്പൊ പിന്നെ എന്നാ പിന്നെ ആരാധന നബിനോ അത് സിദ്ദീഖ് തങ്ങളോട് പറയാ എന്നൊരു ചർച്ച. എല്ലാരും പറഞ്ഞു അത് ഉമർ ഖത്താബിനെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയാൻ വേണ്ടി സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ? അതും സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ. ചെറിയ കുട്ടിയല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് വലിയ ആൾക്കാരെ ആരെങ്കിലും നേതൃസ്ഥാനത്താക്കിയിട്ട് നമുക്കതൊന്നുകൂടി അഴിച്ചു പണി എടുത്തിട്ട് ആക്കത്തിന് പോയാ പോരേ എന്ന് ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട് റളിയല്ലാഹു അൻഹു. അപ്പൊ പറഞ്ഞു, അതിർത്തിയിലേക്ക് സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ അവർ യുദ്ധത്തിനട് തോറ്റു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ അങ്ങാടി ഇങ്ങനെ നിറഞ്ഞു കടന്നാലും
അള്ളാഹുവിന്റെ റസൂൽ പോകണമെന്ന് പറഞ്ഞ സംഘത്തെ ഞാൻ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെയാണ് ഇന്ത്യ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാല് സ്വഹാബത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവനാൻ പിടിച്ച മുയലിന് 3 ചെവിയേറ്റ് നടക്കലല്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിലപാട് അതാണ്, ശരി അതാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അതന്നെ ഇന്ത്യൻ നിലപാട് പറഞ്ഞു. ഇങ്ങനെ നമുക്ക് സഹാബത്തിന് മുഴുവൻ എടുത്താൽ കിട്ടും. സഹാബത്ത് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് അങ്ങനെയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ എന്തെങ്കിലും തർക്കമുണ്ടായാല് ഉമർ ഖത്താബിനോട് ചോദിക്കും. മൂപ്പരൊരു തീരുമാനം പറഞ്ഞാല് അതന്നെ തീരുമാനം നോക്കും. എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താബികളുടെ കാലഘട്ടം വന്നപ്പോ സയ്യിദു താബിഊനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സയ്യിദു താബിഈനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ആലിമീങ്ങളോടൊക്കെ അങ്ങനെയാണ്. മഖ്ദൂം തങ്ങൾ എന്ത് പറഞ്ഞു നോക്കും, സയ്യിദുനാ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു നോക്കും, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു നോക്കും. ഇങ്ങനെ മഹത്തുക്കളായ ആളുകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് പഴമക്കാരായ ആളുകൾക്കുണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ നമ്മളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിനേക്കാൾ വലിയ വിവരാണ് എന്ന് തോന്നി തുടങ്ങിയതാണ്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് ഇൽമിന്റെ അഹ്ലുകാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതി പഴയ കാലം മുതലുണ്ട്. മുസ്തഫായ നബി തങ്ങൾ മുതലുണ്ട്, സഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട്. ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് ചില പ്രത്യേകമായ അടിസ്ഥാനങ്ങളുണ്ട്. അത് ബഹുമാനത്തിൽ അസ്ഥിവാരമിട്ടതാണ് ശരീഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്. ശരീഅത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞത്. അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ഏത് വിഷയത്തെ പരിശോധിച്ചു നോക്കിയാലും ബഹുമാനത്തിന് ഈ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണാം. ബഹുമാനത്തിന് വലിയ പ്രാധാന്യമാണ്. വാപ്പാനെല്ലാരും ബഹുമാനിക്കണം. എന്തേ കാരണം? വാപ്പാനെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. ഉമ്മാനെല്ലാരും ബഹുമാനിക്കണം. എന്തേ കാരണം? ഉമ്മാനെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. പള്ളിയെ എല്ലാവരും ബഹുമാനിക്കണം. എന്തേ കാരണം? പള്ളിയെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. ഉസ്താദിനെ എല്ലാരും ബഹുമാനിക്കണം. എന്തേ കാരണം? ഉസ്താദിനെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. മുസാബ് ഖുർആനെ എല്ലാരും ബഹുമാനിക്കണം. എന്തേ കാരണം? ഖുർആനെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അദബ് കേടുകൾ കാണിക്കാതിരിക്കണം. പ്രത്യേകിച്ച് ആലിമീങ്ങൾ ഒരുപാട് വരികയും പോവുകയും പെരുമാറുകയും ചെയ്യുന്ന ഈ നാട് ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. യാതൊരു കാരണവശാലും അദബ് കേട് നമ്മിൽ നിന്നുണ്ടാവാതെ സൂക്ഷിക്കണം. ഒരുപാട് മുത്തഅല്ലിമീങ്ങളുടെ സദസ്സായതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപാട് നാട്ടുകാരുട്ടികൾ ഇതോടെ ദർസിൽ ഓതുന്നൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഗുരുവിനെ ആദരിക്കാത്ത മനുഷ്യന് 3 ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിനെ ആദരിക്കാത്ത ആൾക്ക് 3 ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അയ്യൂഹൽ വലദി എന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിന്റെ ചട്ടയിൽ തന്നെ ഒരു ബൈത്ത് കാണും. ചട്ടമ തന്നെ ഒരു ബൈത്ത് കാണും. ഗുരുവിനെ ആദരിക്കുന്നതിനെ കുറിച്ച്, ഉസ്താദിനെ ആദരിക്കുന്നതിനെ കുറിച്ച് ഒരു ബൈത്ത് കാണും. ഒരു മനുഷ്യൻ ഗുരുവിനോട് ഉസ്താദിനോട് വളരെ വലിയ ആദരവും ബഹുമാനവുമാണ് കാണിക്കേണ്ടത്. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഗുരുവിനെ നിസാരമാക്കിയവന് ഒരുപാട് വിപത്തുകൾ വരും. ഒന്നാമത്തെ വിപത്ത് അവന്റെ ആഖിബത്ത് കേടുവരുമെന്നതാണ്. ഗുരുവിനെ നിസാരമാക്കിയവന്റെ ആഖിബത്ത് കേടുവരും. വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് ചുരുങ്ങിയ കാര്യങ്ങളാണ്. ഉമ്മാനെ നിസാരമാക്കിയവൻ, ഉമ്മാനെ മോശാക്കിയവൻ ദുനിയാവെന്ന് അനുഭവിച്ചിട്ടേ മരിച്ചു പോകുള്ളൂ. അനുഭവിക്കുന്നു മാത്രല്ല, ഓൻ അനുഭവിച്ച് 4 ആൾ അറിയും കൂടിയും ചെയ്യുന്നുള്ളതാണ്. ഗുരുവിനെ നിസാരമാക്കിയവൻ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടാണ് മരിച്ചു പോവുക. സക്കറാത്തിന്റെ ഹാലത്തിലാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ നിസാരമാക്കിയതിന്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയുക. قال النبي من خفف الأستاذ ثلاث بلوى قد بلت الميزة أولها نسيان ما تعلم
മിൻഹു വഫൗതുർ റിസ്ഖി സുഉൽ ഖാതിമ. ഖാലൻ നബിയു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ, സലാസു മൽബ ബൽവ, 3 ബുദ്ധിമുട്ടുകൾ കത് ബലത്തിൽ മീതാ വിദ്യാർത്ഥി നേരിടേണ്ടി വരും. അവലുഹ, ഒന്നാമത്തേത്, നിസ്യാനുമാ തഅല്ലമ മിന്നു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാണ്. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല. ഓനന്നേക്കാരൻ ഫസ്റ്റ് ക്ലാസ്, ഓനന്നേക്കാരൻ റാങ്ക്, ഓനന്നേക്കാരൻ സ്വർണ്ണ മെഡല്. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ജീവിതത്തിൽ ഉപകാരമില്ലാതെ പോകലാണ്. ഇൽമിന്റെ മറവി പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. നിസ്യാനുൽ ഇൽമി എന്ന് പറഞ്ഞാൽ ആവശ്യ നേരത്തെ ഓർമ്മ വരാതിരിക്കലാണ്. അതാണ് നഫ്ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞത്. ഇൽമ ഒരാൾ മറക്കുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യ സമയത്ത് ഉപകാരമില്ലാതെ പോകും. ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാകുന്ന ഒന്നാം വിപത്താണത്. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖ്, അന്നം മുട്ടും, ഒജീനം തടയപ്പെടും. ഓൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. എന്താന്നാവോ, നഷ്ടത്തോട് നഷ്ടാണ്, ഒരു കാരണം പിടുത്തം കിട്ടണില്ല എന്ന് പറയും. പിടുത്തം കിട്ടായൊന്നുമില്ല. 1ാം ക്ലാസ്സിൽ അത് പഠിപ്പിച്ച ഉസ്താദിനെ തെരഞ്ഞു പോയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 ഉറുപ്പിക എടുത്താണ്ട് ദ്വാരപ്പിച്ചളാ, മരിച്ചിട്ടുണ്ടെങ്കിൽ കബറങ്ങ പോയിട്ട് ഒരു ഫാത്തിഹ ഓതിക്കളാ, സംഗതി ക്ലിയർ ആവും. ഗുരുവിനെ നിസ്സാരമാക്കിയവന് ഒജീനം തടയപ്പെടും. ഇത് മുത്തുനബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ വഴി തടയപ്പെടും. ഓൻ കുവൈത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, ഓൻ ഖത്തർ പോയിട്ടും കാര്യം ഉണ്ടാവില്ല, ബഹ്റൈന് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, എല്ലായിടത്തും കൂടിയും പോയിട്ടും കാര്യം ഉണ്ടാവില്ല. സംഗതി പോലെ ഇങ്ങനെ തന്നെ മടങ്ങി വരും. ജീവിതത്തിന്റെ വഴി, റിസ്ക് എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്ന് മാത്രല്ല, റിസ്ക്കിലേക്ക്, ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ സാധനവും റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണമല്ല, ഭക്ഷണത്തിനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക്. ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക് എന്ന് പറഞ്ഞത്. തൗഫീഖ് ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൌൺ നിറയെ അരി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അന്നും വെള്ളം ഇറങ്ങാതെ വാപ്പ 3 മാസമായി ആശുപത്രിയിലാന്ന് കുട്ടികൾ 4 ആളോട് പറയും. എന്നതൊഴിച്ചാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഗോഡൌണത്തെ അരിയല്ല റിസ്ക് എന്ന് പറഞ്ഞത്. തിന്നാനുള്ള തൗഫീഖ് ആണെങ്കിൽ അത് സമയമാകുമ്പോ തൊള്ളേ കൂടി അങ്ങനെ പോകും. അതാണ് റിസ്ക് എന്ന് പറഞ്ഞത്. അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനെ തടയപ്പെടും. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമയാണ്, അന്ത്യം ചീത്തയായി മരിക്കുക എന്നതാണ്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആഖിബത്തിനെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി ജീവിക്കൽ. മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി മരിക്കുക എന്നത്. മുസ്ലിമായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെയാണ് ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞത്. എപ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നായി തീരാനാണ്. ഗുരുവിനെ ആദരിച്ചവന്റെ ആഖിബത്ത് നന്നാവും, ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ആഖിബത്ത് ചീത്തയാവും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തഅല്ലിമീങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ആലിമീങ്ങൾ ശ്രദ്ധിക്കണം, നാട്ടുകാർ ശ്രദ്ധിക്കണം. ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഗുരുനാഥന്മാരെ അനാദരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇൽമിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു നിയമത്താണ്. വലിയ വലിയ നിയമത്തുകൾ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഖൗഫുള്ളവരായി തീരണം. വലിയ നിയമത്തുകളെ കൊണ്ടാണ് പിശാച് ഭയങ്കരമായിട്ട് ജാമാക്കുക. വലിയ നിയമത്ത് വെച്ചിട്ടാണ് ഏറ്റവും നന്നായി ജാമാക്കുക. അതുകൊണ്ട് വലിയ നിയമത്തുകളെ നന്നായി സൂക്ഷിക്കണം. ഒരുപാട് ആലിമ്യങ്ങളുമായി, ഒരുപാട് ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളുമായി ഇടപഴകാനും കൂടിച്ചേരാനും അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാനും അവരുടെ ശിഷ്യന്മാരായി മാറാനും ഒക്കെ അവസരം ഉണ്ടായി എന്ന് പറഞ്ഞത് നമ്മൾ വളരെയധികം ഭയത്തോടു കൂടിയും കാണേണ്ടതാണ്. സന്തോഷം ഉണ്ടാവണം, ആ സന്തോഷത്തോടൊപ്പം വലിയ ഭയം ഉണ്ടായിരിക്കണം. കാരണം വലിയ വലിയ നിയമത്തുകളെ പിശാച് നന്നായിട്ട് ഉപയോഗിക്കും. ഒരിക്കൽ ഗൗസുൽ ആദമിന്റെ അടുത്ത് ശൈത്താൻ വന്നൊരു കഥ ഉണ്ട്. മഹാനായ സുൽത്താൻ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ദിവസം ശൈത്താൻ വന്നു. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, മുഹയ്യദ്ദീൻ ഷെയ്ഖ്, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, നിങ്ങൾ ഔലിയാക്കളുടെ നേതാവൊക്കെ അല്ലേ, നിങ്ങൾ ഭയങ്കര സംഗതിയാണ് എന്ന് പറഞ്ഞു. ഗൗസുൽ ആദമിന് വേഗം മനസ്സിലായി ഇത് പരിപാടി ശരിയല്ല, ഓ വന്ന് പറയണ വർത്താനം ക്ലിയർ അല്ല എന്ന് മനസ്സിലായപ്പോ പോടെ ശൈത്താൻ എവിടെ നിന്ന് പറഞ്ഞാണ്ട് ആട്ടി. ആ മൂപ്പര് വഷളായിട്ട് അവിടെ നിന്നാണ് പോയി. കുറച്ച് കഴിഞ്ഞേക്ക് വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മുഹ്യിദ്ദീൻ ഷെയ്ഖേ,
ഞാൻ ഇത് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ സ്വീപ്പാക്കലുണ്ട്, നിങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സ്വീപ്പാക്കലുണ്ട്. അതിലും പെട്ടിയിലല്ലോ നിങ്ങള് എന്ന് പറഞ്ഞപ്പോ മുയ്യദ്ദീൻ ഷേഖ് പറഞ്ഞു, ഐഡിയ മനസ്സിലായി, പൊയ്ക്കപ്പെടുന്നത് പറഞ്ഞു. നിങ്ങൾ സ്വീപ്പായില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് വരുന്നത് രണ്ടാമത് സ്വീപ്പാക്കലിനാണ്. അതുകൊണ്ട് വലിയ വലിയ നിഅമത്തുകൾ കിട്ടുമ്പോൾ ഒരുപാട് ആലിമീങ്ങളുമായി സഹവസിക്കാൻ അവസരം ഉണ്ടായി. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് വലിയ വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോ സംഗതി വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ നല്ലോണം പേടിക്കും കൂടി വേണം, നല്ലോണം ഭയപ്പെടുകയും വേണം. വലിയ വലിയ നിഅമത്ത് വരുമ്പോഴാണ് അതിന്റെ കൂടെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരിക, വലിയ വലിയ അദബുകേടുകൾ വരിക. ശൈത്താൻ ഏറ്റവും നന്നായി വലവിരിക്കുക ഈമാൻ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്, ഈമാൻ കുറഞ്ഞവന് വേണ്ടിയിട്ടല്ല. ഇൽമ ഏറ്റവും കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിശാച് ഏറ്റവും നന്നായി വലവിരിക്കുക എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ശൈത്താനെ നമ്മൾ നന്നായിട്ട് ഭയപ്പെടണം, ഇലാഹിയായ മാർഗത്തിലേക്ക് പോവണം. ഈ കൂടലും ഈ പറയലും ആലിമീങ്ങളുമായുള്ള ഈ സഹവാസവും ഒക്കെ അതിന് നമുക്ക് പ്രചോദനമാകണം. സജ്ജനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതും അവരെ ഓർക്കുന്നതും അവരോട് സഹവസിക്കുന്നതും ഒക്കെ അവരോട് പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഓർക്കണം. അവരുടെ ജീവിതം കണ്ട് അതിന്റെ പ്രായോഗിക തലങ്ങളെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. മുത്തബിയുസുന്നയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയൊക്കെ പിൻപറ്റിയിരുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ ചരിത്രം കിട്ടിയാൽ മനസ്സിലാവും. ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ബിത്തീഖ് കിട്ടി. ബിത്തീഖിന് നമ്മളെ ബത്തക്ക നർത്തം വെക്കുക, ഒരു ബത്തക്ക കിട്ടി. കുറെ സമയം ആ ബത്തക്ക ഇങ്ങനെ കൈ പിടിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അത് വലതുവശത്തുള്ള ആൾക്ക് കൊടുത്തു. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ എന്താ ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ബത്തക്ക തിന്നാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂല് ബത്തക്ക എങ്ങനെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ബത്തക്ക മുറിക്കണോടത്തൊക്കെ പത്രയൊക്കെ നോക്കണ്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. മഹത്തുക്കളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിന്റെ ഹിക്മത്തുകൾ പരിശോധിക്കാതെ പിന്തുടരുന്നതിനാണ് ഇത്തിബാ എന്ന് പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് അനുകരിക്കേണ്ടത്, എന്തിനാണെന്ന് ചോദ്യം ചെയ്യാതെ അനുകരിക്കണം. അങ്ങനെ നമ്മൾ സ്വാലിഹീങ്ങളെയും സുദ്ദീഖീങ്ങളെയും സ്വഹാബത്തിനെയും ഒക്കെ അനുകരിച്ചു പോരണം. ഈ അനുകരണത്തിൽ വലിയൊരു നിഅമത്തുണ്ട്, വലിയൊരു അനുഗ്രഹമുണ്ട്, ജീവിതത്തിന്റെ വലിയൊരു സലാമത്തുണ്ട് എന്ന കാര്യത്തെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവർ വലിയ അനുകരണത്തിന്റെ ആളുകളായിരുന്നു എന്ന് കാണാം. എല്ലാവരും ഗുരുവര്യന്മാരെ അങ്ങനെ അനുകരിച്ചു പോന്നിരുന്നു. ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ പറയണം, എന്നെ നിങ്ങൾ അനുകരിക്കണം എന്നെല്ലാ സമയത്തും പറയാറുണ്ടായിരുന്നു. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആലിമീങ്ങളെ പിൻപറ്റുക, സയ്യിദന്മാരെ പിൻപറ്റുക. വലിയ മഹത്വമേറിയ ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആലിമീങ്ങളെ മഹത്വപ്പെടുത്തുന്നതിലും അവരെ കുറിച്ച് പറയുന്നതിലും എല്ലാം വലിയ ഖൈറുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ, നന്മയുടെ വഴികളായി നമ്മൾ തിരിച്ചറിയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംഘടിപ്പിച്ച ഒരുപാട് ആളുകൾ, നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ, അവരുടെ ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് ഈ സംഗമം എന്ന് പറയുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് പൈസയും ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഭക്ഷണമുണ്ട്, ചീരിനി വിതരണം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, രണ്ട് പ്രധാനപ്പെട്ട സയ്യിദന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അനുഗ്രഹീതമായിട്ടുണ്ട്. എല്ലാവർക്കും അതിന്റെ എല്ലാ ബറക്കത്തുകളെയും അല്ലാഹു നൽകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطردا ولا محروما. اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم نوّر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم وقنا شر وساوس الشيطان. اللهم أجرنا منه يا رحمن.
اللهم وفقنا لما تحب وترضاه يا رب العالمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.